ജൂലൈ 4 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: പോർച്ചുഗലിലെ വിശുദ്ധ എലിസബത്ത്, വിശുദ്ധ ഉൾറിക്, വിശുദ്ധ ആൽബർട്ട്, വിശുദ്ധ ആൻഡ്രൂ, വിശുദ്ധ ഔറേലിയൻ, വിശുദ്ധ ബെർത്ത. പോർച്ചുഗലിലെ വിശുദ്ധ എലിസബത്ത് 1271-1336 കാലഘട്ടത്തിലാണ് പോർച്ചുഗലിലെ വിശുദ്ധ എലിസബത്ത് ജീവിച്ചിരുന്നത്. സ്പെയിനിലെ അരഗോൺ പ്രദേശത്തെ പേദ്രോ രാജാവിൻ്റെ മകളാണ് എലിസബത്ത്. 12 വയസ്സുള്ളപ്പോൾ പോർച്ചുഗലിലെ ഡെന്നിസ് രാജാവ് അവളെ വിവാഹം കഴിച്ചു. എലിസബത്തിൻ്റെ പ്രാർത്ഥനയ്ക്കും പ്രായശ്ചിത്തത്തിനും എതിരില്ലായിരുന്നുവെങ്കിലും ഡെന്നിസ് രാജകുമാരൻ രാജ്ഞിയുടെ സമ്പത്തും സൗന്ദര്യവും സാമർഥ്യവുമാണ് കൂടുതൽ അമൂല്യമായി പരിഗണിച്ചത്. രാജ്ഞി കിരീടത്തിലും രാജകീയ ആർഭാടങ്ങളിലും ആനന്ദം കണ്ടെത്തിയില്ല. കൃത്യമായ ഒരു ആധ്യാത്മിക പരിപാടി രാജ്ഞിക്കുണ്ടായിരുന്നു. ധ്യാനം, കാനോന നമസ്കാരം, ദിവ്യബലി, ദൈവമാതാവിൻ്റെ ഒപ്പീസ്, ജ്ഞാനവായന എന്നിവയ്ക്ക് സമയം നിശ്ചയിച്ചിരുന്നു. അനുവാദമുള്ളപ്പോഴെല്ലാം വിശുദ്ധ കുർബാന സ്വീകരിച്ചിരുന്നു. ലളിതവും വിനീതവുമായ വസ്ത്രങ്ങളെ അണിഞ്ഞിരുന്നുള്ളൂ. ആഴ്ചയിൽ 3 ദിവസം ഉപവസിച്ചിരുന്നു. ദരിദ്ര യുവതികളുടെ വിവാഹത്തിന് രാജ്ഞി ഉദാരമായി ദാനം ചെയ്തിരുന്നു. രോഗികളെ സന്ദർശിച്ച് മുറിവുകൾ വെച്ച് കെട്ടിയിരുന്നു. ഭർത്താവിനെ ഉപചാരപൂർവ്വം പെരുമാറി സംതൃപ്തിപ്പെടുത്തിയിരുന്നതല്ലാത്ത ഒരിക്കലും വേദനിപ്പിച്ച് സംസാരിച്ചിട്ടില്ല. ഒരു രാജഭൃത്യന് രാജ്ഞിയോട് വളരെ അടുപ്പമാണെന്ന് വേറൊരു ഭൃത്യൻ രാജാവിനെ അറിയിച്ചു. രാജാവ് അത് വിശ്വസിച്ച് അവനെ വധിക്കാനായി തീച്ചുളക്കാരനോട് ഇങ്ങനെ കൽപ്പിച്ചു: ആരെങ്കിലും വന്ന് കൽപ്പന നിർവഹിച്ചുവോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവനെ ചൂളയിലിട്ട് ദഹിപ്പിച്ചു കൊള്ളണം. നിശ്ചിത ദിവസം ആരോപണ വിധേയനായ ആ ഭൃത്യൻ കൽപ്പനയും കൊണ്ടുപോകുന്ന വഴി പള്ളിയിൽ കയറി വിശുദ്ധ കുർബാന കണ്ടിട്ടേ പോയുള്ളൂ. അല്പസമയം കഴിഞ്ഞപ്പോൾ രാജാവ് കുറ്റാരോപണം നടത്തിയ ഭൃത്യനെ അയച്ച് കൽപ്പന നിറവേറ്റിയോ എന്നറിയുവാൻ അയച്ചു. അപ്പോൾ തന്നെ അവൻ തീയിലിടപ്പെട്ടു. കളവ് പറഞ്ഞുണ്ടാക്കിയ ഭൃത്യൻ അങ്ങനെ ദഹിപ്പിക്കപ്പെട്ടു. ആദ്യം അയച്ച ഭൃത്യൻ സുഖമായി രാജാവിൻ്റെ പക്കൽ മടങ്ങിയെത്തി. രാജാവ് സംഗതികൾ മനസ്സിലാക്കി രാജ്ഞിയുടെ വിശുദ്ധി അംഗീകരിച്ചു. എലിസബത്തിന് അൽഫോൺസ് എന്നും കോൺസ്റ്റാൻസിയ എന്നും പേരുള്ള 2 മക്കളുണ്ടായിരുന്നു. മകൻ രാജാവായ ശേഷം പിതാവിനെതിരായി പടവെട്ടി. അമ്മ അമിതമായി മകനെ പിന്തുണച്ചത് കൊണ്ടാണെന്ന് പറഞ്ഞ് രാജ്ഞിയെ നാടുകടത്തി. വിപ്രവാസത്തിൽ രാജ്ഞി പ്രാർത്ഥന വർദ്ധിപ്പിച്ചു. രാജ്ഞിയുടെ വിനയം കണ്ട് അവരെ കൊട്ടാരത്തിലേക്ക് തിരികെ വിളിപ്പിച്ചു. രാജാവ് രോഗിയായപ്പോൾ വിശ്വസ്തയോടെ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. രാജ്ഞി തൻ്റെ സ്നേഹം പ്രകാശിപ്പിച്ചു. 1325 ഭർത്താവ് മരിച്ചു. രാജ്ഞി ഫ്രാൻസിസ്കൻ 3-ാം സഭയിൽ ചേർന്ന് വളരെയധികം ധർമ്മപ്രവൃത്തികൾ ചെയ്ത് ജീവിച്ചു. 65-ാമത്തെ വയസ്സിൽ രാജ്ഞി ദിവംഗതയായി. 1625 ഉർബൻ മാർപ്പാപ്പ അവളെ വിശുദ്ധ എന്ന് പ്രഖ്യാപിച്ചു. ഇന്നേ ദിവസം നമുക്കിങ്ങനെ വിചിന്തനം ചെയ്യാം: വിശുദ്ധ കുർബാനയിൽ ആശ്രയിച്ച രാജ്ഞിയെ കർത്താവ് സംരക്ഷിച്ചു. സങ്കടങ്ങളിൽ സക്രാരിയെ സമീപിച്ച് അപേക്ഷിക്കുക. പോർച്ചുഗലിലെ വിശുദ്ധ എലിസബത്ത് രാജ്ഞിയെ വിശുദ്ധ കുർബാനയിൽ ആശ്രയിച്ച് ജീവിക്കുവാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുവാൻ പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.